ഒരു നേരം അടങ്ങിയിരിക്കുന്നില്ല. എൻ്റെ ഈശ്വര, സ്കൂളൊന്നും ഉണ്ടായാൽ മതി. ഓ, എന്തോ ബഹളവാ എന്ന് നമ്മുടെ അമ്മമാരെല്ലാവരും പറയൂലേ. പക്ഷെ സ്കൂളിലേക്ക് അവർ പോയി ആ സമയം നമ്മളെങ്ങും ഒറ്റപ്പെടലുണ്ടല്ലോ, അത് ഒറ്റയ്ക്കുള്ളവർക്ക് കേട്ടോ. ആരുമില്ല മിണ്ടാനും പറയാനും. അവരുണ്ടെങ്കിൽ ബഹളവും ഒച്ചയും എല്ലാം. ഒരു നേരം വീടും വൃത്തിയായി കിടക്കത്തില്ല. പക്ഷെ അവർ പോയി കഴിഞ്ഞപ്പോൾ വീടെല്ലാം വൃത്തിയാക്കണമല്ലോ. ഒരു കുഞ്ഞു വീടായാലും നമ്മൾ വൃത്തിയിൽ സൂക്ഷിക്കണമല്ലോ, അടിച്ചു വാരി തുടച്ച്. അവരില്ലല്ലോ. അപ്പോൾ കുറേ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം ഞാൻ നേരത്തെ പറക്കി വെച്ചു. എല്ലാം പറക്കി വെച്ച് കഴിഞ്ഞ് എല്ലാം അടിച്ച് തുടച്ച് വൃത്തിയാക്കി ഇട്ടു. അങ്ങനെ വെളിയിൽ ഇറങ്ങിയപ്പോൾ നല്ല വെയിൽ. അങ്ങനെ നോക്കി നിന്നപ്പോഴാണ് കാക്കയുടെ കൂട് വൃത്തിയാക്കണേ. അപ്പോൾ ഞാൻ എൻ്റെ കൂടും വൃത്തിയാക്കി. ഇതൊരു കുഞ്ഞൻ കാന്താരിയാണേ. ഇത് തന്നെ മുളച്ചത്, പക്ഷെ ഒരുപാട് കാന്താരി എനിക്ക് തന്നു. ഇത് അവരുടെ കളിക്കുന്നതാണ്. ഞാൻ ചുമ്മാ വെച്ച് നോക്കുന്നത്. അങ്ങനെ അടുക്കളയെല്ലാം ക്ലീൻ ആയിക്കട്ടെ നേരത്തെ. പിന്നെ കുറച്ച് തുണി കഴുകണം. നല്ല വെയിലാണ്. അപ്പോൾ എണ്ണയെല്ലാം തേച്ച് തുണികളിലോട്ട് പോകാനായിട്ട് നിൽക്കുക. കുറേ നാളായി ഞാൻ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വെച്ചാൽ എനിക്ക് ഈ വീഡിയോ എടുക്കാൻ ഒരു മടിയൊക്കെയാണ്, അതുകൊണ്ട് ചെയ്യാത്തത്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ. അങ്ങനെ തുണി കഴുകാനായിട്ട് പോയി. തുണിയെല്ലാം കഴുകി കുളിയൊക്കെ കഴിഞ്ഞ് ഇട്ട ഡ്രസ്സ് ഞാൻ അന്നാണ് തുണി കഴുകുക. അല്ലെങ്കിൽ ഞാൻ കൂടി കിടക്കുന്നത് എനിക്കിഷ്ടമല്ല. അത് തന്നെ കുറച്ച് തുണിയേ ഉണ്ടാകത്തുള്ളൂ. അധികം തുണിയൊന്നും ഡെയിലി നനയ്ക്കാനുണ്ടാകത്തില്ല. അങ്ങനെ കുറച്ച് നേരം നോക്കി തുണിയെല്ലാം മടക്കി ഞാൻ വെച്ചു. മടക്കി വെച്ച് ഭക്ഷണം കഴിക്കണമല്ലോ. രാവിലെ ഒന്നും കഴിച്ചില്ല. അപ്പോൾ ഇതാണ് അന്നത്തെ ഭക്ഷണം. ഉണക്കമീൻ എനിക്കിഷ്ടമാണ്, കാന്താരിയും രാവിലത്തെ കറിയും. അത് കൂട്ടി കഴിച്ചു. ഞാൻ ഇച്ചിരി നേരം ഉറക്കും. ബൈ.